എന്താണ് വീണാജോർജിന്റെ ക്രെഡിബിലിറ്റി? ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് നാം മുന്നോട്ട് വന്ന പരിപാടി പിണറായി വിജയനെ പ്രകീർത്തിച്ച് പിണറായി വിജയനെ കുഴലൂത്ത് നടത്തി ചൂടൻ കിടപ്പറങ്ങങ്ങൾ അറിഞ്ഞ് നോട്ട് വീഡിയോ എന്റെ കൈവശമുണ്ട്, അത് നിങ്ങൾക്ക് തരാം, അത് പ്രസിദ്ധീകരിക്കാനും കേരളം ഇളകി മറിയുമെന്നത്. അതായത് പിണറായിയുടെ ഒരു നയമായിരുന്നില്ലേ ആരെയും ഒരു മന്ത്രിയെയും കൊണ്ടുവരാൻ തലക്കഴിച്ചിരുത്തി അദ്ദേഹം അപ്രമാദിത്യമുള്ള ഒരു ഛത്രാധിപതിയെ പോലുള്ള മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തിച്ചത്. അതിൽ സരിതാ നായർ ഇവരുടെ പിണറായി വിജയന്റെ അനുമതിയോടുകൂടി ആളുകളെ നിയമിക്കുന്നതും അതിന് പണം വാങ്ങിയതിന്റെ രേഖയാണ്. അതിൽ വീണാ ജോർജിന്റെ സെക്രട്ടറി ഇത് ഇൻവോൾവ് ആണെന്ന രേഖ ഞാൻ കഴിവ് കെട്ട മന്ത്രി അവർ ആരോഗ്യ വകുപ്പിന് കുത്തഴിഞ്ഞതാണ്. എഴുപ്പ് പണ്ടമാണ് കേരളത്തിന്. എന്റെ കമ്പ്യൂട്ടർ കംപ്ലൈന്റ് എടുക്കുന്നതിന് എന്നെ വീട് വേണ്ടി അവിടെ വിലപ്പെട്ട കൈകൾ എടുക്കുന്നതിന് അപ്പം കൃത്യമാണല്ലോ പ്ലാൻ ചെയ്ത് മുകളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം നടത്തിയ ഓപ്പറേഷനാണ്. ശ്രീ നന്ദകുമാർ, നമസ്കാരം. നമസ്കാരം. താങ്കളെ സംബന്ധിച്ച് ഇപ്പോ വീണ ജോർജ് എന്ന മന്ത്രി, ആ വ്യക്തിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വീണ ജോർജ് ആരാണ് എന്താണെന്ന് കേരളത്തെ ആദ്യമായി അറിയിച്ചിട്ടുള്ളത് ക്രൈമാണ്. പിണറായി വിജയന്റെ കുഴലത്തുകാരി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കുഴലത്തുകാരി എന്ന് പറഞ്ഞാൽ നാം മുന്നോട്ട് എന്നുള്ള പരിപാടിയിലൂടെ പിണറായി വിജയനെ പ്രകീർത്തിച്ച് അങ്ങനെ വാനോളം പുകഴ്ത്തിയിട്ടാണ് അവര് തന്ത്രപരമായിട്ട് ശൈല ടീച്ചർക്കും അവകാശപ്പെട്ട ആരോഗ്യ വകുപ്പ്. അതിലെന്ത് തെറ്റാണ് സാർ ഉള്ളത്? അതിലെന്ത് തെറ്റാണ് അതിൽ പറയാനുള്ളത്? ഒരു കപ്പലുണ്ടെങ്കിൽ ആ കപ്പലിനൊരു കപ്പിത്താനുണ്ട് എന്ന് പറഞ്ഞതായിരിക്കും സാർ ഉദ്ദേശിച്ചത്. അല്ല, നാം മുന്നോട്ട് എന്നുള്ള ഒരു പ്രോഗ്രാം അവര് സ്ഥിരമായിട്ട് എല്ലാ ചാനലും നടത്തി. അതിൽ പിണറായി വിജയനെ സ്ഥിരമായിട്ട് പുകഴ്ത്തലാണ് പണി. അങ്ങനെ ആണ് ആദ്യത്തെ MLA ആയി രണ്ടാമത്തെ MLA ആയപ്പോൾ മതി അവർക്ക് സ്ഥാനം കിട്ടുന്നത്, മന്ത്രിസ്ഥാനം കിട്ടുന്നത്. ശൈല ടീച്ചറെ പോലെ പ്രഗത്ഭയായ, കേരളത്തിൽ മാത്രം ലോകം മുഴുവൻ പേരുണ്ടാക്കിയ ഒരു ടീച്ചർ ആരോഗ്യവകുപ്പ് വഴിയാണ് കേരളത്തിൽ ഏറ്റവും പേരും പ്രശസ്തി ഉണ്ടായത്. അവര് ഏറ്റവും 62,000 വോട്ടിന് ജയിച്ച അവരെ മാറ്റിയിട്ട് അത് പാർട്ടിയുടെ തീരുമാനമായിക്കൂടെ? പാർട്ടിയുടെ തീരുമാനം. CPM എന്ന പാർട്ടി ബംഗാളില് ഉണ്ടായ ഒരു പാർട്ടിക്കുണ്ടായ ഒരു അപജയത്തിന്റെ ഫലമായിട്ട് രണ്ടാമതൊരു മന്ത്രിസഭ വീണ്ടും വന്നപ്പോൾ അവരിങ്ങനെ മാറ്റി എന്ന് അങ്ങനെ വ്യാഖ്യാനിച്ചു. അതായത് മാറ്റുന്നത് എങ്ങനെയാണ്? പിണറായി വിജയനേക്കാൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആള്, കേരളത്തിൽ ആരോഗ്യവകുപ്പ് ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുവരുന്ന ആളെന്നുള്ള പേരുള്ള ആള്, മൂന്നാമത് ഈ മന്ത്രിസഭയിൽ ഈ മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് എങ്ങനെയാ? സെക്രട്ടേറിയറ്റിൽ ഒരു ചർച്ചയും കൂടാതെ അവസാനം ലിസ്റ്റ് പുറത്തു വിടുകയാണ് പിണറായി വിജയൻ. അത് മാധ്യമങ്ങളെ പറ്റിക്കാൻ കൂടിയായിരുന്നില്ലേ? മാധ്യമങ്ങൾക്ക് ഒരു തരത്തിലും ഒരു പ്രതീക്ഷ കൊടുക്കാതെ, മാധ്യമങ്ങളല്ല, ആ സെക്രട്ടേറിയറ്റിൽ ചർച്ച പോലും ഇല്ലാതെ, പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഒരു കാര്യവും പറയാതെ അവസാന നിമിഷം ലിസ്റ്റ് പുറത്തു വിടുകയാണ്. മരുമകന്റെ പേരും അതേപോലെ വീണ ജോർജിന്റെ പേരും എല്ലാവരും പേര് അപ്പോഴാണ് വരുന്നത്. ആർക്കും അറിയില്ല. പിണറായി വിജയൻ എന്ന ഏകാധിപതി നിശ്ചയിക്കുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് 99 സീറ്റ് കിട്ടിയതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഭരണം പൂർണ്ണമായി പോയി. അപ്പൊ അദ്ദേഹത്തിന് പൂർണ്ണമായി എന്തും നിശ്ചയിക്കാനുള്ള ഒരു മാൻഡേറ്റ് കിട്ടി എന്നുള്ള അഹങ്കാരമാണ് കാണിച്ചത്. അങ്ങനെയാണ് വീണ ജോർജ് വരുന്നത്. വീണ ജോർജ് ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, വീണ ജോർജ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഇപ്പോൾ അവിടെ പത്തനംതിട്ട എന്ന് പറയുന്ന ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ഒരു ഏരിയയിൽ അവർ രണ്ടാമത് തവണ ജയിക്കുന്നു. ജയിച്ചിട്ട് ആ വരുന്നതിൽ അവരെ മന്ത്രിയാക്കിയതിൽ എന്ത് തെറ്റാണ് താങ്കൾ? അവര് മന്ത്രിയാക്കിയത് യാതൊരു തെറ്റുമില്ല. പക്ഷേ അവര് അതിന് യോഗ്യയാണോ അല്ലേ എന്നുകൂടി അറിയേണ്ടതുണ്ട്. യോഗ്യയായ കേരളത്തെ അവർക്ക് ഭരണത്തിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കണ്ടിന്യൂഷൻ കൊടുക്കേണ്ട, പിണറായി വിജയനെ പോലെ കണ്ടിന്യൂഷൻ കൊടുക്കേണ്ട, അതൊരു പ്രത്യുപകാരമല്ല, അവര് നാടിന് വേണ്ടി കൃത്യമായി പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള രൂപത്തിൽ കണ്ടിന്യൂഷൻ. ആ മിനിസ്ട്രിക്ക് ഏറ്റവും ഗുണം ചെയ്തത് ആരോഗ്യവകുപ്പായിരുന്നു. കാരണം കോവിഡ് 2020 കാലഘട്ടത്തിൽ വന്നപ്പോൾ അതൊക്കെ നേരിടാനും, നിപ്പ വന്നപ്പോൾ അതിനെ പോരാട്ടം നടത്തി നേരിടാനും കഴിഞ്ഞിട്ടുള്ള ഒരു ആരോഗ്യമന്ത്രിയാണ്. മാത്രമല്ല പിണറായി വിജയന് പോലും കോവിഡ് കാലത്ത് ഒരു ഘട്ടം കഴിഞ്ഞിട്ടാണ് പിണറായി വിജയൻ കയറുന്നത്. ആ പിണറായി വിജയൻ എങ്ങനെയാ കയറുന്നത്? ആരോഗ്യമന്ത്രി ശൈല ടീച്ചർ പേര് ഓരോ ദിവസവും വർദ്ധിച്ച് എല്ലാവരുടെ ഇടയിലും വലിയ അഭിപ്രായം വരികയും പത്രക്കാർ മുഴുവൻ അവരെ വഴി നടക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് അവർ ചെയ്യേണ്ട ജോലി സ്വയം ഏറ്റെടുത്ത് വൈകുന്നേരം TV ചാനലുകളിൽ PR വർക്കിന്റെ ഹെഡായിട്ട് പിണറായി വിജയൻ ഇവരെ മൂലക്കിരുത്തി നിശബ്ദയാക്കിയിട്ടാണ് പ്രവർത്തിച്ചത്. സാർ, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രഗത്ഭരായ മന്ത്രിമാർ ഒരുപാടുണ്ടായിരുന്നു. അങ്ങേയറ്റം കടകംപള്ളി സുരേന്ദ്രൻ വരെ തെറ്റില്ലാതെ ഭരിച്ച ഒരു മന്ത്രിയാണ്. അവർ 6 പേര് മുകളിൽ വന്നിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ പ്രൊഫസർ, അദ്ദേഹത്തിന്റെ പേരെന്താണ്? രവീന്ദ്രൻ സാർ ഉൾപ്പെടെ ഉള്ളവരെല്ലാം പ്രഗത്ഭരായിരുന്നു.
അതായത് പിണറായിയുടെ ഒരു നയമായിരുന്നില്ലേ ആരെയും ഒരു മന്ത്രിയെയും പൊങ്ങി വരാൻ അവർക്ക് തലയ്ക്കടിച്ചിരുത്തി അദ്ദേഹം മാത്രം എല്ലാം വെളിയിൽ വരണം. രണ്ട് കാര്യങ്ങളാണ് അതിന് മുന്നിലുള്ളത്. ഒന്ന്, പിണറായി വിജയൻ എന്ന ഏകാധിപതിയെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം അപ്രമാദിത്യമുള്ള ഒരു ഛത്രാധിപതിയെ പോലെയുള്ള ആ മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തിച്ചേർന്നിരുന്നു. അപ്പം ആ സമയത്ത് അദ്ദേഹത്തിന് താഴെ ആരെങ്കിലും ചാലഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള ആൾക്കാരെ മുഴുവൻ സീറ്റ് കൊടുക്കാതെ തട്ടിമാറ്റി. അതായത് ജി സുധാകരൻ, ഇ പി ജയരാജൻ, എ കെ ബാലൻ, അങ്ങനെയുള്ള തോമസ് ഐസക്, ഇവർക്ക് ആർക്കും സീറ്റ് കൊടുത്തില്ല. ഇവർക്കൊന്നും സീറ്റ് കൊടുത്തില്ല. മാത്രമല്ല, ജയിച്ചിട്ടുള്ള ആളുകളിൽ ഏറ്റവും പ്രഗത്ഭയായ ആളാരാ? ശൈലജ ടീച്ചറാണ്. അവരെ കട്ട് ചെയ്ത് മാറ്റി. കടകംപള്ളിക്ക് കൊടുത്തില്ല. കടകംപള്ളി പിന്നെ ചീത്തപ്പേരുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു അയാളുടെ കാര്യങ്ങൾ. അയാൾ പോട്ടെ. ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് ഐസക്കിന് സീറ്റ് കൊടുത്തില്ല. പക്ഷെ സീറ്റ് കൊടുത്ത് ഏറ്റവും കൂടെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ആളെ അപമാനിച്ചു. മട്ടന്നൂർ ശൈലജ ടീച്ചർ 62,000 വോട്ട് കിട്ടി ഭൂരിപക്ഷം. അദ്ദേഹത്തിന് 58,000 വോട്ടുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് മുകളിൽ കൂടെ അതായത് വീടിന്റെ മുകളിലേക്ക് ചാഞ്ഞ് സ്വർണത്തിന്റെയാണ് ശരി, മരം വെട്ടി കളയുമെന്ന പോലെ അദ്ദേഹത്തിന് നാളത്തേക്ക് ബുദ്ധിമുട്ടാവുമെന്ന് മനസ്സിലായതോടുകൂടി വെട്ടിമാറ്റി. ആ വെട്ടിമാറ്റിയിട്ട് കൊണ്ടുവന്നത് ആരെയാ? വീണ ജോർജിന്റെ എന്താണ് വീണ ജോർജിന്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്, നാം മുന്നോട്ട് എന്നുള്ള പരിപാടിയിൽ പിണറായി വിജയനെ പ്രകീർത്തിച്ച് പിണറായി വിജയനെ കുഴലൂത്ത് നടത്തി എന്നുള്ള വാക്ക് ഞാൻ പ്രത്യേകം വയ്ക്കണം. എന്തർത്ഥത്തിലാണെങ്കിലും അത് കണ്ടുപിടിച്ചോളൂ. ആ നടത്തിയിട്ട് പിണറായി വിജയനെ സുഖിപ്പിച്ച് ഇത്രയും വാനോളം ഉയർത്തിക്കൊണ്ടുപോയി. ആ അർത്ഥത്തിൽ അല്ലാതെ ഏതർത്ഥത്തിലാണ് ഈ വീണ ജോർജിന് സീറ്റ് കൊടുത്തത്? അത് പോട്ടെ. അവർക്ക് വീണ ജോർജിന് മന്ത്രിസ്ഥാനം കിട്ടി. അവരെന്താ കാട്ടിക്കുട്ടിയത്? ക്രൈമാണ് ആദ്യമായിട്ട് അവരെ പൊളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അവരെ വകുപ്പിൽ അവർ പൂർണ്ണ പരാജയമാണെന്നും പല സ്ഥലങ്ങളിൽ കോവിഡിന്റെ പേരിൽ ആളുകൾ കൊല്ലപ്പെടുകയാണെന്നും അവിടെ വേണ്ടത്ര ചികിത്സ കിട്ടുന്നില്ല എന്നും ഹോസ്പിറ്റലിൽ പോലും അവരെ കൊല്ലുക എന്ന് പറയുന്ന ഡയറക്റ്റ് മരിക്കാറായ ആളുകളെ അങ്ങോട്ട് കൊല്ലുന്ന രീതി തന്നെ ഞങ്ങൾ അവരെ വിവരിച്ചുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് നടന്ന ക്രൂരമായ സംഭവം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. എങ്ങനെയാ കൊല്ലുന്നത്? അവിടെ ഏകദേശം തീരാറായ അച്ഛൻ ആളുകളെ കൊല്ലാൻ പാടില്ല എന്നുള്ളതാണല്ലോ. തീരെ കോവിഡ് ബാധിച്ച് വളരെ വളരെ വിഷമത്തിലുള്ള ആളുകൾ ഒരു മറയിൽ കൊണ്ടുപോയി ഒരു കഞ്ഞി പോലുള്ള സാധനം മൂക്കിൽ കൂടെ കയറ്റുന്നു. പിന്നെ ബോഡി മാത്രമാണ് പുറത്തു വരുന്നത്. അവരെ പാക്ക് ചെയ്യുന്നു. അപ്പം തന്നെ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ ആളുകൾ ക്രൈമിന് വിവരം തരുകയും ആ വിവരം ഞങ്ങൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് അത് അന്വേഷിക്കലേ വേണ്ടത്. എന്നാൽ ഞങ്ങൾക്കെതിരെ കേസ് എടുത്തു. തിരുവനന്തപുരം പോലീസ് സ്റ്റേഷൻ സൈബർ പോലീസ് ഞങ്ങൾ കേസ് എടുത്തു. സൈബർ പോലീസിന് കേസെടുക്കാൻ യാതൊരു അധികാരവും ഇല്ല. ഇത് പരിയാരം മെഡിക്കൽ കോളേജിന്റെ അതിർത്തിയിൽ എവിടെയെങ്കിലും അവർ പരാതി കൊടുക്കണം. അവർക്ക് പരാതിയില്ല. പരാതിയുള്ളത് സൈബർ പോലീസിനാണ്. എങ്ങനെ സൈബർ പോലീസിന് വരുന്നത്? വീണ ജോർജിന്റെ പരാതിയിലാണ്. വീണ ജോർജിന്റെ ഓഫീസിലെ പരാതി പ്രകാരമാണ് കേസെടുക്കുന്നത്. ആദ്യം എൻ്റെ റിപ്പോർട്ടർക്കെതിരെ കേസെടുത്തു. അന്ന് ഞാൻ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു. അവരെൻ്റെ ഓഫീസിൽ നിന്ന് റെയ്ഡ് ചെയ്ത് വിലപ്പെട്ട രേഖകൾ എടുത്തുകൊണ്ടുപോയി. കാരണം അവർക്കൊന്നും എടുക്കാനില്ല. ഞങ്ങളെ വാർത്തയിൽ എന്താ അവർക്ക് ഹാർഡ് ഡിസ്ക് മാത്രമാണ് കിട്ടാനുള്ളത്. അങ്ങനെയുള്ള മൊത്തം സാധനം വിലപിടിപ്പുള്ള ഏകദേശം 4 ലക്ഷത്തോളമുള്ള മാസ്റ്റർ ഹാർഡ് കമ്പ്യൂട്ടറിന് എടുത്തുകൊണ്ടുപോയത്. അപ്പം മാത്രമല്ല അവിടെയുള്ള സുപ്രധാനമായ പിണറായി വിജയനെതിരെയുള്ള രേഖകൾ കടത്തിക്കൊണ്ടുപോയി. ആ സമയത്താണ് ഞാൻ എൻഫോഴ്സ്മെന്റിൽ മുമ്പാകെ പിണറായി വിജയനെതിരെയുള്ള മൊഴി കൊടുക്കുന്നത്. ലാവ്ലിംഗ് കേസിൽ പിണറായി വിജയൻ മുഖ്യപ്രതിയാണെന്നും അതിൽ പിണറായി വിജയൻ ഏകദേശം 150ഓളം കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്നുള്ള രേഖകൾ കൊടുക്കുന്നത്. ആ രേഖകൾ കൊടുത്ത സമയത്താണ് ഈ റെയ്ഡ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓഫീസിൽ നിന്ന് സകല രേഖ കിട്ടുന്നുണ്ട്. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുത്ത കള്ളക്കേസ്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ രണ്ടാമത് എന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ അതിൻ്റെ അകത്ത് കക്ഷിയല്ല. ആരാണോ അവതരിപ്പിച്ചിട്ടുള്ളത്, ആരാണോ വാർത്ത ചെയ്തിട്ടുള്ള അയാൾക്കാണ് വേണ്ടേ. പിന്നെ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നീക്കം നടന്നെങ്കിൽ ഹൈക്കോടതി പറഞ്ഞെന്താ അറിയോ? നന്ദകുമാറിനെ പോലെ എത്ര ആളുകൾ കേരളത്തിലെ ചാനലുകൾ ഇത്തരത്തിൽ വാർത്ത ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ചെയ്തിട്ടുണ്ട്, ന്യൂസ് 18 ചെയ്തിട്ടുണ്ട്, 24 ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ചാനലുകളും ചെയ്തിട്ടും നന്ദകുമാറിനെതിരെ മാത്രം എന്താണ് നിങ്ങൾ നടപടി എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് ജാമ്യം അനുവദിച്ചത്. ഞാൻ തൊട്ട് പോകരുതെന്ന് തന്നെയാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. എന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ്, എന്നെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പറഞ്ഞത്. എന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവർക്ക് വേണമെങ്കിൽ എന്നെ വിളിച്ചു വരുത്തി, ആവശ്യമാണ് വിളിച്ചു വരുത്താം, എന്നിട്ട് എനിക്ക് അപ്പോൾ തന്നെ ജാമ്യം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നെ വിളിച്ചു വരുത്തിയില്ല. എന്നെ ചെയ്തെന്താ അറിയോ?
എന്നെ മൂന്നാമതൊരു കേസിൽ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തിരുന്നു. ആ കേസിന് അത് വീണ ജോർജുമായി ബന്ധപ്പെട്ട വീണ ജോർജ് അതിനകത്ത് എന്താ പറയാം. ആ കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ഹൈക്കോടതിയിൽ അവരൊരു പെറ്റീഷൻ കൊടുത്തു, എന്നെ കസ്റ്റഡിയിൽ വേണമെന്ന്. അപ്പോൾ കോടതി എന്താ പറഞ്ഞറിയോ, ജഡ്ജ് പറഞ്ഞ എന്താ അറിയോ, ഈ ഒരു കാരണവശാലും ഈ സെഷൻസ് ജഡ്ജ് പറഞ്ഞത്, സെഷൻ ജഡ്ജ് പറഞ്ഞത് ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ജയിലിൽ പോയി ചോദ്യം ചെയ്യാം. പക്ഷെ ജയിലിലേക്ക് ആരും വന്നില്ല. കാരണം എന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടപ്പം ചോദ്യം ചെയ്തിട്ടേ ഇല്ല. ഇത് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇതിൽ കൃത്യമായിട്ട് ഒരു അജണ്ടയുണ്ട്. കാരണം ഞാൻ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്നു, മുഹമ്മദ് റിയാസിനെതിരെ ആഞ്ഞടിക്കുന്നു, പിന്നെ വീണ ജോർജിന് എതിരെ ആഞ്ഞടിക്കുന്നു. വീണ ജോർജ് കോടിക്കണക്കിന് രൂപ 1250ഓളം ഒഴിവുകൾ ഉണ്ടാക്കി ആരോഗ്യ വകുപ്പിലേക്ക് ആളുകൾ എടുക്കുന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഞാൻ പുറത്തുവിട്ടത്. അതിൽ സരിതാ നായർ ഇവരുടെ പിണറായി വിജയന്റെ അനുമതിയോടുകൂടി ആളുകളെ നിയമിക്കുന്നതും അതിന് പണം വാങ്ങിയതിൻ്റെയും രേഖയാണ് പുറത്തുവിട്ടത്. അതിൽ വീണ ജോർജിന്റെ സെക്രട്ടറി ഇതിൽ ഇൻവോൾവ് ആണെന്നുള്ള രേഖയും ഞാൻ പുറത്തു കൊണ്ടുവന്നു. അപ്പൊ ഇത് വന്നപ്പോട് കൂടിയിട്ടാണ് അവര് എനിക്കെതിരെ ആദ്യത്തെ കേസ് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞു ഞാൻ തുടർച്ചയായിട്ട് വീണ ജോർജിന്റെ ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളെയും മാത്രമല്ല പല ഹോസ്പിറ്റലുകളും അല്ല, അവർക്കെതിരെ ഒരു നീലചിത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുണ്ടായ ഒരു കഥ താങ്കളുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. അതിലേക്കാണ് അതാണ് വരുന്നത്. അതായത് അവരെക്കുറിച്ച് നിരന്തരമായി ഞാൻ വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിവ് കെട്ട മന്ത്രി, അവർ ആരോഗ്യ വകുപ്പിന് കുത്തഴിഞ്ഞതാക്കി, വിഴുപ്പ് ബണ്ഡമാണ് കേരളത്തിനത് വീണ ജോർജ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വാർത്തിച്ചത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഒരു ദിവസം ഒരാൾ പല നമ്പറുകളിൽ നിന്ന് വിളിക്കുന്നു. 2021 നവംബർ മാസത്തോടു കൂടിയിട്ട് എൻ്റെ ഓർമ്മയിൽ എന്നെ തുടർച്ചയായി വിളിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ വീണ ജോർജിനെ പറ്റിയുള്ള ചൂടൻ കിടപ്പരംഗങ്ങൾ അടങ്ങിയ ഹോട്ട് വീഡിയോ എൻ്റെ കൈവശമുണ്ട്, അത് നിങ്ങൾക്ക് തരാം, അത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ കേരളം ഇളകി മറിയുമെന്ന് പറഞ്ഞത്. എനിക്ക് ആ സംസാരം കേട്ടപ്പോഴേ എനിക്കൊരു വല്ല ഇത് തോന്നി. പ്രത്യേകിച്ച് നമ്മളൊരു ഹോട്ട് വീഡിയോ കൊടുക്കില്ലല്ലോ, കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. തീർച്ചയായും. അപ്പം എന്ത് ചെയ്തു, ഞാൻ അതിന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് വേണമെന്നോ പറഞ്ഞില്ല. അങ്ങനെ അയാൾ കണ്ടിന്യൂസ് എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഓൺ ദ വേ നിങ്ങളുടെ ഓഫീസിനടുത്ത് എത്തിയിട്ടുണ്ട്, എവിടെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയാണ് നിൽക്കുന്നത് അവിടുന്ന് കാണാമെന്നാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ഒരു ഹെൽമെറ്റ് ധരിച്ച ഒരാൾ വന്നിട്ട് കാറിനടുത്ത് വരികയും എൻ്റെ അടുത്ത് ഒരു പെൻ ഡ്രൈവ് തന്നിട്ട് പറഞ്ഞു, ഇത് ഭയങ്കര ചൂടുള്ള സാധനം, നിങ്ങൾ എത്രയും വേഗം പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞു. അയാളുടെ വരവും പോക്കും എല്ലാം തന്നെ ഒരു ദുരൂഹതയായിരുന്നു. പിന്നീട് ഈ ആള് സ്വപ്ന സുരേഷിൻ്റെ അടുത്ത് വന്ന ഒരാളുടെ മുഖച്ഛായ ഉണ്ടായിരുന്നു. പക്ഷെ സാർ, ഇതിനകത്ത് മറ്റൊരു കഥ കേൾക്കുന്നുണ്ടല്ലോ, താങ്കളുടെ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരിയെ മോഡലാക്കിക്കൊണ്ട് അങ്ങനെ അത്തരത്തിലൊരു ചിത്രീകരണം നടത്തി എന്നൊരു കഥയും ഇതിന്റെ മറുവശം കേൾക്കുന്നുണ്ടല്ലോ. അതിലേക്ക് കിടക്കാം. ഇത് കഴിഞ്ഞിട്ട് മൂന്നാമത്തേതാണ്. അപ്പം ഇതില് ഈ സാധനം എൻ്റെ കിട്ടുന്നു. എനിക്കത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇതെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഇത് ദുരൂഹതയുണ്ട് എന്ന് മനസ്സിലായതോടുകൂടി ഞാൻ എന്ത് ചെയ്തു, ഒരാഴ്ച വെയിറ്റ് ചെയ്യാനായിരിക്കും. ഇല്ലെങ്കിൽ ഇവിടെ നിന്നല്ലാതെ വേറെ എവിടെയും കൊണ്ടുപോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. എൻ്റെ ഓഫീസിൽ നിന്ന് എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഓപ്പൺ ചെയ്താൽ എനിക്കെതിരെ കേസ് എടുക്കാൻ ഓഫീസിലേക്ക് വരേണ്ടി വന്നില്ല, പുറത്തു നിന്നാണ്. അതെ. ഇത് ഞാൻ കയ്യിൽ വെച്ചു. അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു കത്ത് വരുന്നത്. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കത്ത് വരികയാണ്, നിങ്ങളുടെ കൈവശം വീണ ജോർജിന്റെ. അത് ഏത് അഡ്രസ്സിലാണ് വരുന്നത്? എന്റെ ഓഫീസ് അഡ്രസ്സിൽ. കൃത്യമായ ഓഫീസ് അഡ്രസ്സ് തപ്പിയെടുത്ത് കൃത്യമായി അറിയണമെങ്കിൽ മുമ്പത്തെ കേസിൽ എന്റെ അഡ്രസ്സ് ഉണ്ടല്ലോ. ശരി. അപ്പോൾ കൃത്യമായിട്ട് എന്റെ അഡ്രസ്സ് തപ്പിയെടുത്ത് കൃത്യമായ അഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്, കൊറിയർ വന്നിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ ചൂടൻ കിടപ്പറങ്ങൾ അടങ്ങിയ വീണ ജോർജിന്റെ ഇതുണ്ടല്ലോ, വീഡിയോ ഉണ്ടല്ലോ, അതൊരു കോപ്പി തരികയാണെങ്കിൽ എത്ര വേണമെങ്കിലും പൈസ തരാമെന്നുണ്ട്. അടുത്ത അങ്ങനെ ഒരു കത്ത്. ഇത് വന്നാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ ട്രാപ്പ് ചെയ്ത് പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഒരു വീഡിയോ എൻ്റെ കൈവശം ഉണ്ടെന്ന് എങ്ങനെയാ അയാൾക്ക് അറിയുന്നത്? അത് അറിയണമെങ്കിൽ അതിന് മുമ്പ് തന്ന ആളെ വഴിയല്ലേ അറിയുള്ളൂ. അപ്പോൾ ഒരു സംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു, കൃത്യമായി പ്ലാൻ ചെയ്ത് എന്നെ കൊടുക്കാൻ വേണ്ടി. ഈ പറയുന്ന വീഡിയോ അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആ വീഡിയോ താങ്കൾ കണ്ടിട്ടില്ല. ഞാൻ അവിടുന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞു, എന്റെ കമ്പ്യൂട്ടറിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊരു തെളിവായിട്ട് മാറും. അപ്പം എന്തായി, ഞാൻ എന്ത് ചെയ്തു, ഒരു വീഡിയോ ചെയ്തു. വീണ ജോർജിന്റെ ചൂടൻ കിടപ്പറങ്ങിയ വീഡിയോ സത്യമെന്ത് എന്ന തലക്കെട്ട്.
എന്നിട്ട് ഞാൻ പറയുന്നത് എൻ്റെ കൈവശം അങ്ങനെ ഒരു വീഡിയോ ഇല്ല, എന്നെ ട്രാപ്പ് ചെയ്ത് പിടിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ് ഈ ലെറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതിനെങ്ങനെ എനിക്കിതിൽ കേസെടുക്കാൻ പറ്റും? കേസെടുക്കാൻ എന്തെങ്കിലും കഥ വകുപ്പുണ്ടോ? വന്നത് നേരെ തിരിച്ചാണല്ലോ. വീണ ജോർജിനെ കുരുക്കാനായി ക്രൈം നന്ദകുമാർ തന്റെ സ്വന്തം ഓഫീസിലെ അല്ല, അതിലേക്ക് കിടക്കാം, അത് അടുത്ത കേസ്. എന്നിട്ട് ആ പെൺകുട്ടിയും താങ്കൾക്കെതിരെ കേസ് അല്ല കൊടുത്തു. അല്ല അതിലേക്ക് കിടക്കാം. ആ. ഞാൻ പറയുന്നത് അതിന് മുമ്പത്തെ 2 കേസ് ഉണ്ടല്ലോ. ഉം. അപ്പൊ 3ാമത്തെ കേസ് ഞാൻ പറയുന്നത്, 2ാമത്തെ കേസിലുണ്ടായ അനുഭവം പറഞ്ഞിട്ട് 3ാമത്. അപ്പൊ ഇതിലുണ്ട്, ഇതിന്റെ കേസ് ഇത് പബ്ലിഷ് ചെയ്ത ഉടൻ തന്നെ സ്വാഭാവികമായിട്ടും അതിന്റെ തലക്കെട്ട് കണ്ടാൽ നമ്മൾ വീഡിയോ പ്രസിദ്ധീകരിച്ച മാതിരിയാണ്. സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ല ഇതിനകത്ത്, ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചുള്ള ഒരു സാധനമാണ്. ഇത് പ്രസിദ്ധീകരിച്ച അതിന് പിറ്റേ ദിവസം 2ാമത്തെ ദിവസം ആകുമ്പോഴേക്ക് 2021 ഡിസംബർ 1 ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ സമയത്ത് സൈബർ പോലീസ് CA അടക്കമുള്ള ആളുകൾ വരികയാണ് അവിടെ കയറിയിട്ട്. നേരെ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ കൊണ്ടുപോവാണ്, ചോദ്യം ചെയ്യണം. ഇങ്ങനെ എന്താണ് ഇപ്പം ഇങ്ങനെ ഒരു സംഭവമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ അവിടെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞിക്കട്ടെ. അപ്പം എന്നെ വണ്ടി കയറ്റി കൊണ്ടുപോയി. വണ്ടി കയറ്റിയപ്പം തന്നെ വീണ ജോർജിൻ്റെ ഫോൺ വന്നു. അപ്പോൾ വീണ ജോർജ് ആണെന്ന് ബോധ്യമില്ല. പിന്നെ റിയാസിൻ്റെ ഫോൺ വന്നു. അങ്ങനെ അവർ എന്നെ കൊണ്ടുപോകണു, സൈബർ പോലീസിൽ കൊണ്ടുപോകും. താങ്കളെയാണോ അവരെല്ലാം ഫോൺ ചെയ്തത്, അതേ പോലീസ് ഓഫീസർമാരെയാണോ? എങ്ങനെ? വീണ ജോർജിന്റെ ഫോൺ ആർക്കാണ് വന്നത്? പോലീസ് ഓഫീസേഴ്സിന്. എന്നെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് കൃത്യമായി ഫോൺ വരികയാണ് വീണ ജോർജിൻ്റെ. അതിനുശേഷം റിയാസിന് ഫോൺ വരികയാണ്. അപ്പം ഇവർ കൃത്യമായി ഇൻവോൾവ് ആണ് അതിൻ്റെ അകത്ത്. അങ്ങനെ എന്നെ സൈബർ പോലീസിൽ അവിടെ ഓഫീസിൽ കൊണ്ടുപോയപ്പം ഞാൻ പറഞ്ഞു പരാതി കാണുന്നത്. പരാതി കാണുന്നപ്പോൾ എന്താ പറയുക, പരാതിയിൽ വീണ ജോർജിനെ കുറിച്ച് അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചതിനെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞു. പോലീസിന് അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ കേസെടുക്കാൻ അധികാരമുണ്ട്? ഇല്ല. 4th എസ്റ്റേറ്റിൽ അങ്ങനെ നിയമമില്ല. 4th എസ്റ്റേറ്റിന് ചെയ്യാം, പക്ഷെ അതിന് നിയമമില്ലല്ലേ? ഇല്ല. ഡിഫമേഷൻ കേസ് എടുക്കാൻ പോലീസിന് അധികാരമില്ല. ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് കേസ് എടുക്കാൻ അധികാരമില്ല. ഡിഫമേഷൻ കേസ് എടുക്കാൻ അധികാരമില്ല. ഡിഫമേഷനാണ് പരാതിയിൽ പറയുന്നത്. അപകീർത്തിപരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ ഡിഫമേഷനാണ്. കൺസേൺഡ് ആള് കോടതിയിൽ നേരിട്ട് പരാതി കൊടുക്കണം. വീണ ജോർജ് എന്നെ പറ്റി പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ കൊടുക്കണം. അങ്ങനെയല്ല, ഇവരതിനു മുമ്പ് തന്നെ FIR ഇട്ട് കഴിഞ്ഞു. തലേ ദിവസം ഈ പരാതി എങ്ങനെയാ വരുന്ന അറിയോ? തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം 4 മണിക്ക് കൊടുക്കുന്നു, രാത്രി 11 മണിക്ക് ഇവിടെ എത്തുന്നു. അതിന് മുമ്പേ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കെതിരെ IT ആക്ട് 67A പ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. അതായത് സെക്ഷൽ ആയുള്ള വീഡിയോ അതിൻ്റെ എത്തുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു വീഡിയോ ഇല്ല. അപ്പൊ ഞാൻ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞു, താങ്കൾ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞ വീഡിയോ, അങ്ങനെ ഒരു സാധനം അതിൽ അങ്ങനത്തെ ഒരു സാധനം ഇല്ല ഈ സംഭവത്തിൽ. അങ്ങനെ എന്നെ അർദ്ധരാത്രി, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത്, അർദ്ധരാത്രി എന്നെ വീണ്ടും എന്നെ ഓഫീസിൽ വരുന്നു, എൻ്റെ ഓഫീസ് റെഡി ചെയ്യുന്നു, അവിടെയുള്ള സാധനങ്ങളൊക്കെ CCTV ക്യാമറ ഊരാൻ പറയുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് അയാൾ ഊരുന്നു. അവിടെയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് കടത്തിക്കൊണ്ട് പോകുന്നു. അന്ന് ഞാൻ എൻഫോഴ്സ്മെന്റിന് ബാക്കി ഡോക്യുമെന്റ് കൊടുത്ത് നിൽക്കുന്ന സമയമായിരുന്നു. തിരുവനന്തപുരത്ത് ലുലു മാളിൽ പിണറായി വിജയൻ 1000 കോടി നിക്ഷേപം ഉണ്ടെന്നും 25,000 കോടി രൂപ അദ്ദേഹത്തിന് അധികൃതമായ സമ്പാദ്യമുണ്ടെന്നും പറഞ്ഞ് വാർത്ത പ്രസിദ്ധീകരിച്ചതിന്റെ തൊട്ടടുത്താണ് ദിവസം നടക്കുന്നത്. ഈ സംഭവത്തോടനുബന്ധിച്ച് എൻ്റെ കൈവശം ഉണ്ടായിരുന്ന രേഖയടക്കമുള്ള സകല സാധനം കടത്തിക്കൊണ്ടേ, അതേപോലെ വീണ ജോർജിനെ പറ്റിയുള്ള സാധനങ്ങളും അന്ന് കംപ്ലീറ്റ് സാധനം എടുത്തുകൊണ്ടേ. ഓക്കെ, അന്ന് രാത്രി എന്നെ 11-12 മണിക്കാണ് കോടതി വീഡിയോ കോൺഫറൻസ് വഴി, കോവിഡ് ഉള്ള സമയം അതിനാൽ എന്നെ ഹാജരാക്കുന്നത്. ഇനി അതുകൊണ്ട് തന്നെ എൻ്റെ അഡ്വക്കേറ്റിന് അവിടെ എത്തിപ്പെടാനോ സാക്ഷികൾ എൻ്റെ ജാമ്യക്കാർക്കോ പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ജാമ്യം കിട്ടിയില്ല. പിന്നീട് കോടതി ഒരാഴ്ച പ്രോസിക്യൂട്ടർമാർ തള്ളി ഒരാഴ്ച കൊണ്ട് എനിക്ക് ജാമ്യം കിട്ടി. ഇതാണ് ആദ്യത്തെ കേസ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ തുടർച്ചയായിട്ട് ഇവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോഗ്യവകുപ്പിനെയും പിണറായി വിജയനെയും അവരുടെ തട്ടിപ്പുകളെയും കുറിച്ച് ഞാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ ഓഫീസിൽ അതിൻ്റെ ഇടയിൽ പുതിയൊരു സ്റ്റാഫ് വന്നിരുന്നു. ശ്രീജിത്ത് എന്ന് പറയുന്ന കൈരളി ചാനലിലും അതേപോലെ 24-ലും അങ്ങനെയുള്ള വർക്ക് ചെയ്തൊരു ശ്രീജിത്ത് എന്ന് പറഞ്ഞ വീഡിയോ എഡിറ്റർ ജോയിൻ ചെയ്യാണ്. അതിന് മുമ്പായിട്ട് ശ്യാമസ് നായർ എന്ന് പറഞ്ഞിട്ട് വീണ ജോർജിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന, ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്തിരുന്ന ശ്യാമസ് നായർ എന്ന് പറയുന്ന പത്തനംതിട്ടക്കാരൻ, ചെങ്ങന്നൂർക്കാരൻ ജോയിൻ ചെയ്യാണ്. ഇവർ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓഫീസിൽ ഒരാൾ ആവശ്യമുണ്ടെന്ന് കണ്ട് 2 ആഴ്ചത്തേക്ക് ഒരാളെ കൊണ്ടുവരും, ഒരു ലേഡി, അഞ്ജു എന്ന് പറയുന്ന ലേഡി. ആ അഞ്ജു എന്ന് പറയുന്ന ലേഡി കൊണ്ടുവന്ന ശേഷം അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരും എനിക്ക് അവരെക്കുറിച്ച് വേറെ ഒന്നുമില്ല. പക്ഷെ അവരെ ഈ ശ്രീജിത്ത് അതിൻ്റെ ഇടയിൽ ഓഫീസിലുള്ള വനിതാ സ്റ്റാഫുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഈ ഷാമു ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് പോകണം. അവിടെ ഓഫീസ് ഇവർ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും
ഈ അഞ്ചു നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു അവസാനം വരെ. അവസാനം ഓഫീസിൽ അവർ ഒരു ചില കളികൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള അവിടെയുള്ള സ്റ്റാഫുകൾക്കുള്ളിൽ ചില കളികൾ നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടവരെ അവരുടെ വർക്ക് റിപ്പോർട്ട് ഞാൻ ചോദിക്കുകയാണ്. വർക്ക് റിപ്പോർട്ട് ചോദിച്ച ഉടൻ തന്നെ അവരെന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് തട്ടിക്കേറി അവർ ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങിപ്പോയതിന് ശേഷമാണ് പിന്നീട് ഞാൻ അവരോട് വളരെ മോശമായി സംസാരിച്ചു എന്നും വീണ ജോർജിനെ പോലെ നഗ്നയായി അഭിനയിക്കാൻ പറഞ്ഞു എന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരു പരാതി കൊടുക്കുക. ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് അത്. 100% ഫാബ്രിക്കേറ്റ് സ്റ്റോറിയാണെന്ന് അവര് തന്നെ എൻ്റെ ഓഫീസിലുള്ള ഐശ്വര്യ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി സംസാരിക്കുന്ന റെക്കോർഡ് എന്നെ അറസ്റ്റ് ചെയ്ത ശേഷം വോയിസ് റെക്കോർഡ് നമ്മൾ സംസാരിച്ച റെക്കോർഡ് കോടതി ഹാജരാക്കാണ്. അതിൽ പറയുന്നുണ്ട് ഞാൻ ഇറങ്ങിപ്പോയതിന് കാരണം എന്നോട് വർക്ക് റിപ്പോർട്ട് ചോദിച്ചു. വർക്ക് റിപ്പോർട്ട് ഞാൻ കൊടുക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പോയത്. അവരാണ് എന്നോട് മോശമായി പെരുമാറിയത് എന്ന് പറയുന്ന റെക്കോർഡ് കോടതിയിലെത്തി. ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ആൾക്ക് പങ്കുണ്ടോ? ശ്രീജിത്താണ് ഇതിന്റെ ബ്രെയിൻ. ശ്രീജിത്തും ഇവരും കൂടെ ലീവിംഗ് ടുഗദർ ആയിരുന്നു. അപ്പൊ ഈ പത്തനംതിട്ട ഇവര് വരിക എന്ന് പറയുന്നത് ഇതൊരു മുൻകൂട്ടി താങ്കളെ ട്രാപ്പിൽ പെടുത്താനുള്ള ഒരു നീക്കം തന്നെ ആയിരുന്നു. കൃത്യമായിട്ട് അത് ടോപ്പ് ലെവലിൽ ഞാൻ കൃത്യമായിട്ട് പരാതി കൊടുത്തു. പിണറായി വിജയനും റിയാസും വീണ ജോർജും കൂടെ ഗൂഢാലോചന നടത്തി. വീണ ജോർജ് പിണറായിക്കും റിയാസിനും എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം പിണറായി വിജയനെതിരെ ലാവ്ലിംഗ് കേസ് ഞാൻ ഫയൽ ചെയ്ത ആളായതുകൊണ്ടും അദ്ദേഹത്തിനെതിരെ ഹൈക്കോടതിയിൽ ഞാൻ എന്നെ കൊല്ലുവാൻ പ്ലാൻ ചെയ്തുകൊണ്ട് പെറ്റീഷൻ കൊടുത്തത് കൊണ്ടും അദ്ദേഹം എൻ്റെ അടുത്തേക്ക് ഒരു പരാതിയിട്ട് വരില്ല. അയാൾ മുഖ്യമന്ത്രിയാണല്ലോ. പിന്നെ റിയാസ് ആണ് എൻ്റെ ഓഫീസ് ആക്രമിച്ച് രേഖകൾ കടത്തിക്കൊണ്ട് പോയ ആള് ലാവ്ലിംഗ് കേസിന്റെ. അപ്പൊ അയാളും എൻ്റെ അടുത്തേക്ക് കേസിനായിട്ട് വരില്ല. പിന്നെ വീണയ്ക്ക് എനിക്കെതിരെ ഒരു സ്ത്രീയാണ്, അപ്പം മോശമായി അവർക്ക് ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ അവരുടെ കൊട്ടേഷൻ പ്രകാരം ഇവരെ 3 പേരെ എൻ്റെ ഓഫീസിൽ കയറ്റി കൃത്യമായി പ്ലാൻ ചെയ്ത്. ഈ ആദ്യത്തെ കേസ് കഴിഞ്ഞ് കൃത്യം ഒരു എത്ര ദിവസങ്ങൾക്ക് 6 മാസം കഴിഞ്ഞാണ് അത് കഴിഞ്ഞാണ് ഒരു ജോലിക്ക് വരുന്നത്. 6 മാസം കഴിഞ്ഞ് കുറച്ച് സമയമേ, ഒരു മാസമായിട്ട് ആപ്പാടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മാസം മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അവർ ഈ ഓഡിയോ കേട്ട ശേഷം പോലീസ് കേസെടുക്കുന്ന ഇങ്ങനെ എനിക്കത് വിവരം കിട്ടുകയാണ്, എനിക്കെതിരെ ഇങ്ങനെ പരാതി ഉണ്ടെന്നുണ്ട്. ഞാൻ AC-നെ വിളിച്ച് പറയാം ഇങ്ങനെ ഒരു പരാതി വരാൻ സാധ്യതയുണ്ട്, എന്നെ വിളിപ്പിച്ചിട്ട് എൻ്റെ ഭാഗം മൊഴിയെടുക്കണം. അപ്പോൾ ഇത് കള്ളക്കേസാണെന്ന് മനസ്സിലാവും, കേസ് വരുന്നുണ്ടെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്, ഞാൻ വിവരം അറിഞ്ഞിട്ട്. പക്ഷേ മുകളിൽ നിന്നുള്ള വീണ ജോർജിന്റെയും പിണറായി വിജയന്റെയും നിർദ്ദേശപ്രകാരം AC-നെ അറസ്റ്റ് ചെയ്യുന്നു, വീട്ടിൽ നിന്ന് എന്നെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകുന്നു അർദ്ധരാത്രി. അതും ഏറ്റവും പ്രത്യേകം. സാർ, ഈ സാറിന്റെ ലാവ്ലിംഗ് കേസിന്റെ രേഖകൾ കാലിക്കറ്റ് ക്രൈം ഓഫീസിൽ നിന്നാണോ റിയാസ്? യുവജന നേതാവ് 2005 ഫെബ്രുവരി 2 യുവജന നേതാവായിട്ടില്ല, അന്ന് അവിടെ സ്റ്റേഡിയം ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഏരിയ സെക്രട്ടറി ആ ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആയിരുന്നു. അല്ലാതെ വേറെ വലിയ അതിന് ഉയർന്ന സ്ഥാനത്തിലൊന്നും എത്തിയിട്ടുള്ള ആളല്ല. ഞാൻ ഇടയ്ക്ക് കയറി ചോദിച്ചു പോയതാണ്. അപ്പൊ സാർ ഈ പറഞ്ഞു വന്ന കഥയിലേക്ക് തന്നെ, പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തന്നെ. അപ്പം ഇതില് എന്നെ അറസ്റ്റ് ചെയ്തിട്ട് അവർക്ക് യാതൊരു ചോദ്യങ്ങളും ഉണ്ടായില്ല, എന്നോട് ഒന്നും ചോദിക്കുന്നില്ല. എന്നെ രാത്രി കൊണ്ടുപോയിട്ട് ഹാജരാക്കണം. അതിൻ്റെ ഇടയിൽ ഓഫീസ് റെയ്ഡ് ചെയ്തിട്ട് സകല സാധനങ്ങളും എടുക്കുകയാണ്. എൻ്റെ വീട് റെയ്ഡ് ചെയ്യണം. എൻ്റെ വീട് റെയ്ഡ് ചെയ്യേണ്ട ആവശ്യം അതിൽ പരാതിയിൽ എന്താ പറയുന്നത് അറിയോ? അവരോട് ഞാൻ മോശമായി പെരുമാറി എന്നാണ്. വീണ ജോർജിനെ പോലെ അഭിനയിക്കാൻ പറഞ്ഞ് ഞാൻ മോശമായി പെരുമാറി എന്നാണ് പറയുന്നത്. മോശമായി സംസാരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ CCTV ക്യാമറയല്ലേ വേണ്ടത്? എൻ്റെ ഓഫീസിലെ കമ്പ്യൂട്ടർ ഒന്നും ആവശ്യമില്ലല്ലോ. എൻ്റെ കമ്പ്യൂട്ടർ കംപ്ലീറ്റ് എടുത്തുണ്ടായി എന്തിനാ? എൻ്റെ വീട് റെയ്ഡ് ചെയ്ത് അവിടെ നിന്ന് വിലപ്പെട്ട രേഖകൾ എടുത്തുണ്ടായി എന്തിനാ? അപ്പൊ അത് കൃത്യമാണല്ലോ, പ്ലാൻ ചെയ്ത് മുകളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം നടത്തിയ ഓപ്പറേഷനാണ്. അപ്പോൾ ഈ സംഭവത്തിൽ രാത്രി എന്നെ കൊണ്ട് ഹാജരാക്കാണ്, പകൽ സമയത്ത് കൊണ്ട് ഹാജരാക്കി 34 ദിവസം എനിക്ക് ജാമ്യം കിട്ടാതെ കിടന്നു. ആദ്യം സെഷൻസ് കോടതിയിൽ ഈ ഓഡിയോ കേട്ടിട്ട് കോടതി പറഞ്ഞത് ഇതിൽ സെക്ഷലി മാർക്കുകൾ ഒന്നും ഉണ്ടായില്ല, LD മാർക്കൊന്നുമില്ല, പകരം ആ വർക്കിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. എന്നിരുന്നാലും മുമ്പ് ഇതുപോലെ അനുഭവം ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ തെളിവോടി കിട്ടാത്തത് കൊണ്ട് പറയാത്തത് കൊണ്ട് ഞാൻ ജാമ്യം നിഷേധിക്കുന്നു. കാരണം SC/ST ആണല്ലോ. പെൺകുട്ടിക്കെതിരെ കേസ് വല്ലതും കൊടുത്തോ? ഈ കള്ളക്കേസ് ഉണ്ടാക്കി എന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ ഇറങ്ങിയ ശേഷം ഈ പെൺകുട്ടിയല്ല, വീണ ജോർജ് അടക്കം, ഈ പെൺകുട്ടി അടക്കം, ശ്രീജിത്ത് അടക്കം 8 പേർക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തി കൃത്യമായിട്ട് എന്നെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത കേസാണെന്നുള്ള തെളിവ് കൊടുത്തു. മാത്രമല്ല വീണ ജോർജ് ഈ കേസ് കൈകാര്യം ചെയ്തോളും എന്ന് പറയുന്ന ഓഡിയോ ഞാൻ കൊടുത്തു. അങ്ങനെ കോടതി തന്നെ ഡയറക്റ്റ് ചെയ്തിട്ട് അവർക്കെതിരെ കേസ് കൊടുത്തു. ആ കേസ് ഇപ്പോഴും നിലവിലാണ്.
അപ്പം അതിന്റെ ഇതാണ് സംഭവം. സ്റ്റേജ് എവിടം വരെ ആയിപ്പോ ആ കേസിന്റെ? ആ കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലാതെ ഗവൺമെന്റ് ഉണ്ടാവുമ്പോൾ വേറെ നടക്കില്ല. ഞാൻ ഇപ്പൊ കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വാങ്ങിയിട്ട് ഒരു സമയത്തിനുള്ളിൽ. ഒരു കോൺഗ്രസ്സുകാരനാണോ? ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഞാൻ CPM-ന്റെ പഴയകാല 1948 കാലത്ത് പാർട്ടി കാർഡ് ഉണ്ടായിരുന്ന എൻ്റെ പിതാവ് അന്ന് കമ്മ്യൂണിസ്റ്റായിരുന്നു 48-ൽ. അപ്പൊ ജനിക്കുമ്പോഴേ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ പിറന്നിട്ടാണ് എൻ്റെ വർക്കെല്ലാം മുന്നോട്ട് പോയി. ഞാൻ SFIയുടെ ലീഡറായിരുന്നു. കോഴിക്കോട് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് തട്ടുകത്തലാണ് ജനിച്ചതും വളർന്നെല്ലാം തന്നെ. അപ്പോൾ എന്തുകൊണ്ട് CPM-ന് ഇത്രയും ഒരു വിരോധം? താങ്കൾ ഈ ലാവ്ലിൻ കേസിൽ പിണറായിയെ കുരുക്കാനുള്ള ഒരു പത്രപ്രവർത്തകൻ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിലുള്ള ഒരു മാധ്യമധർമ്മമല്ലേ താങ്കൾ നിർവഹിച്ചത്? അതായത് എൻ്റെ ഓഫീസ് കത്തിക്കുന്നത് എന്തിനാ? ഓഫീസ് കത്തിക്കലാണോ അവരുടെ പരിപാടി? പിണറായി വിജയൻ ലാവ്ലിൻ കേസിലെ മുഖ്യപ്രതിയാണെന്നുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചതിനാണ് എൻ്റെ ഓഫീസ് കത്തിക്കുകയും ഓഫീസിലെ വിലപ്പെട്ട രേഖകളെന്ന് കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. താങ്കൾക്ക് ഇതില് ഈ പിണറായി പക്ഷത്തിന് എതിർ നിൽക്കുന്ന CPM അനുഭാവികൾ അല്ലെ CPM-കാരുടെ അനുഭാവികളല്ല CPM-കാരുടെ സപ്പോർട്ട് ഏതെങ്കിലും തരത്തിൽ കിട്ടിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും അവരെ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. VS അച്യുതാനന്ദനൊക്കെ ഈ കാര്യങ്ങൾ വന്നതുകൊണ്ടാണല്ലോ VS അച്യുതാനന്ദൻ 2006-ൽ മുഖ്യമന്ത്രിയാവാൻ കാരണം. ഞാൻ ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവരികയും ഹൈക്കോടതി ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയന് ഇൻവോൾവ്മെന്റിൽ രേഖകൾ കൊടുത്തുകൊണ്ട് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തുകൊണ്ടാണല്ലോ. സാർ, നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഇനി വരുന്ന ലക്കത്തിൽ വരുന്ന ചർച്ചകളിൽ ലാവ്ലിൻ കേസിന്റെ പിന്നെ മറ്റ് വശങ്ങളിലേക്ക് താങ്കൾ നീങ്ങിയതിനെ കുറിച്ചും അത്തരം കുറെ അനുഭവങ്ങൾ താങ്കൾക്ക് പറയാനുണ്ടാകും. അപ്പൊ അത് നമുക്ക് ഘട്ടം ഘട്ടമായി ഓരോ വീഡിയോ ആയി നമുക്ക് ചെയ്യാം എന്നുള്ളത് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അതിന് താങ്കൾ സമയം കണ്ടെത്തണം. പിന്നെ രണ്ടാമത്തെ ഒരു സംഗതി, ഇപ്പോ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി താങ്കൾക്കെതിരെ ഇപ്പൊ നീങ്ങിയിരിക്കുന്നു. അത് ഒരു പരാജയമാണ്. ഇപ്പൊ നമ്മൾ സഭയില് നമ്മൾ വീണ്ടും ഒരു മന്ത്രി എന്ന രീതിയിലുള്ള അവരുടെ അപജയത്തെ കുറിച്ച് സാർ പറഞ്ഞു, ഒരു പെർഫോമൻസ് തീരെ ഇല്ലാത്തൊരു മന്ത്രിയാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം സഭയിൽ അവർക്കെതിരെ സ്പീക്കർ തന്നെ അവരുടെ മൈക്ക് ഓഫ് ചെയ്യുന്നു. അവരുടെ ധാർഷ്ട്യത്തിന് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് മറുപടി പറയുന്നു. KK രമ എന്ന് പറയുന്ന TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വിധവ സഭയിൽ പറഞ്ഞതിന് മറുപടി പറയാൻ പറ്റാതെ മുഖ്യമന്ത്രി പറയേണ്ട മറുപടിക്ക് വീണ ജോർജ് മറുപടി പറയേണ്ടി വരുന്നു. അവർ ഇരുട്ടിത്തപ്പുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് സംസാരിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇതിന്റെ തുടർ എന്നുള്ള ചർച്ചകളിൽ നമുക്ക് താങ്കൾക്ക് അനുഭവപ്പെട്ട ഇപ്പൊ വീണ ജോർജിന്റെ താങ്കൾക്കെതിരെ ശരിക്കും ഒരു മാനഹാനി തന്നെയാണ് അവർ വരുത്തി വെക്കാൻ ശ്രമിച്ചത്. അപ്പൊ അതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് എന്ന് താങ്കൾ ഇങ്ങനെ ഇന്നിപ്പോ ഈ ചർച്ചയിലൂടെ പറഞ്ഞു. പക്ഷെ ഈ ചർച്ചയിൽ പൂർണ്ണമായി താങ്കൾക്കത് പറയാൻ പറ്റിയിട്ടില്ല. അതിനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് ആ ടോപ്പിക്ക് വീണ്ടും എടുക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ താങ്കൾ അത് തുറന്ന് വീണ്ടും പറയണം. അപ്പൊ ഇപ്പോ മന്ത്രി എന്ന രീതിയിൽ വീണ ജോർജിന് കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ അവർക്കുണ്ടായ തട്ടുകേട്. രണ്ടാമത് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. പത്തനംതിട്ടയിൽ അവര് പാർട്ടിയിലേക്ക് ഹാരമണിയിച്ച് കൊണ്ടുവന്ന രണ്ട് ഗുണ്ടകൾ ഒരു ഘട്ടത്തിൽ 4 ഗുണ്ടകൾ കാപ്പ കേസിലും കഞ്ചാവ് കേസിലും ഒക്കെ പിടിച്ച് സ്വന്തം പാർട്ടിക്കാരെ തല്ലിയ ആൾക്കാരെ മാലയിട്ട് കൊണ്ടുവന്നു. അതിൽ അവിടുത്തെ പാർട്ടി സെക്രട്ടറിക്ക് മറുപടി പറയാൻ പറ്റില്ല. ഇപ്പൊ ഗോവിന്ദൻ ആകെ എന്ത് ചെയ്യണം, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഇപ്പൊ പിണറായി വിജയൻ സംരക്ഷിച്ച വീണയെ തള്ളണോ കൊള്ളണോ എന്ന് പിണറായി നിൽക്കുകയാണ്. പിന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണയ്ക്ക് എവിടുന്നാണ് ഇത്ര ധൈര്യം കിട്ടുന്നത്? പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തിൽ എന്താണ് പാർട്ടി എന്ന് അറിയാം. അല്ല, അവര് പാർട്ടി എന്നുള്ള സംവിധാനത്തിൽ ആരുമല്ലാതിരുന്ന ഒരാളാണ്. പെട്ടെന്ന് പിണറായി വിജയനുമായുള്ള ഒരു ബന്ധത്തിലൂടെ അവർ കയറി വരുന്നു. ആ കയറി വന്നിട്ട് അവര് MLA ആകും. ആറന്മുള മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ മണ്ഡലം പിടിച്ചെടുക്കുക അത്ര എളുപ്പമുള്ളമായ കാര്യം. അങ്ങനെ അവർക്ക് സീറ്റ് കിട്ടുന്നു. ആ സീറ്റ് കിട്ടിയത് കൂടി പിണറായി വിജയന്റെ പ്രിയപ്പെട്ടവളായി മാറിയിട്ടുള്ള അവര് ആരോഗ്യമന്ത്രിയാകും. അവര് ഭർത്താവും അവരും കൂടിയാണ് എല്ലാ കാര്യത്തിനും അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനുള്ള വ്യക്തമായ അവരുടെ ഭർത്താവുമായി ബന്ധപ്പെട്ടൊരു കേസ് നിൽക്കുന്നുണ്ട്. അതെ, ജോർജ് ഒരു സമുദായ നേതാവാണോ? അവര് സഭയുടെ അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു. ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ആയിരുന്നു. അതാണ് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സാർ. അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഭയങ്കര അലിഗേഷൻ വന്ന് അദ്ദേഹത്തെ മാറ്റിപ്പോ.
ഓർത്തഡോക്സ് സഭയുടെ അതാണ് secretary- വോട്ട് ബാങ്ക് എന്ന് അതെ പറയുന്നത്. അതെ, ഓർത്തഡോക്സ് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ ശിവദാസൻ നായരല്ലേ തോപ്പിച്ചത്? ശിവദാസൻ നായരെ തോൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടല്ലോ. അപ്പം അവിടെ ജയിച്ചല്ലോ. അതിനുശേഷം അവർ നടത്തിയിട്ടുള്ള അഴിമതിയുടെ കഥ കേട്ടാൽ നമ്മൾ തലചുറ്റി വീഴും. മാത്രമല്ല അവര് പിന്നെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് കുത്തഴിഞ്ഞതാക്കി മാറ്റി. അവർക്ക് യാതൊരു ബന്ധവുമില്ല ആരോഗ്യവകുപ്പായിട്ട്. ഓരോ മെഡിക്കൽ കോളേജിന്റെയും സാധാരണ താലൂക്ക് ഹോസ്പിറ്റലിനെയും കൂടി ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ഒരു മരുന്നില്ല, ചികിത്സയില്ല, വേണ്ടത്ര ഡോക്ടർമാരില്ല. അവസ്ഥയും അങ്ങനെ തന്നെയാണ്. മൊത്തത്തിൽ ആ ആരോഗ്യ മേഖല തകർന്നു. രണ്ട് ഈ ഇതുണ്ടല്ലോ, നമ്മുടെ കിഫ്ബി ഉപയോഗിച്ചിട്ട് കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല സ്ഥലത്തും വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരിൽ വൻ കോടികളാണ് അഴിമതി നടന്നിട്ടുള്ളത്. അത് ആരോഗ്യവകുപ്പ് മന്ത്രിയും അതേപോലെ റിയാസും പിണറായി വിജയനും കൂടി ചേർന്നിട്ടുള്ള പങ്കുവെക്കലാണ് അവിടെ നടന്നുള്ളത്. പിന്നെ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടി രൂപയുടെ മരുന്നോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സോ അതുപോലെയുള്ള മറ്റു മെറ്റീരിയലോ ആരോഗ്യ വകുപ്പിലേക്ക് വേണ്ടി വാങ്ങുന്നുണ്ട്. ഈ വാങ്ങുന്ന പല കമ്പനികളുമായിട്ടും അവർ വീട്ടിലിരുന്നു കൊണ്ട് എല്ലാ ശനിയും ഞായറും അതിൻ്റെ ഏജന്റുമാർ വരും, ഭർത്താവും വരും കൂടെ പ്ലാൻ ചെയ്യുന്നു, സംസാരിക്കുന്നു, കമ്മീഷൻ ഉറപ്പിക്കുന്നു, പിണറായിക്ക് വിദേശത്ത് കൊടുക്കാനുള്ള പൈസ അവിടെ ഉറപ്പിക്കുന്നു, മരുമോനെ കൊടുക്കാനുള്ളതാക്കുന്നു, ഇവർ മേടിക്കുന്നു. അപ്പൊ അവസാനം അവർ വലിയ കെട്ടിടങ്ങൾ, 5 പൈസ ഗതിയില്ലാത്ത വീണ ജോർജ് പല കെട്ടിടങ്ങളും പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വലിയൊരു വിവാദമുണ്ടായി. കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്ത് അവരൊരു കെട്ടിടം പണിഞ്ഞു. അതിലൂടെ ഓവുചാൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭർത്താവും അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയും കൂടി ചെന്നിട്ട് വളഞ്ഞ് തിരിഞ്ഞ് റോഡിൽ കൂടെ ഓവുചാൽ നിർമ്മിക്കുന്ന സംബന്ധിച്ച് വലിയ ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂ ഉണ്ടായ സമയത്ത് കോൺഗ്രസ്സുകാർ അവിടെ തടഞ്ഞു. അതിനുശേഷം അവരെ പവർ ഉപയോഗിച്ചിട്ട് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കി അവിടെ ഇത് കെട്ടി. അതുവെച്ചാൽ പിണറായി വിജയൻ അതിനുള്ള പൂർണ്ണ പിന്തുണ കൊടുത്തിരിക്കും. പക്ഷെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവർക്കെതിരെ തിരിഞ്ഞു. അവിടെ പാർട്ടി കംപ്ലീറ്റ് എതിരാണ്. എന്നിട്ട് ഗുണ്ടകളെ അവർക്ക് ഉപയോഗിക്കേണ്ടി വന്നു. ഈ ഗുണ്ടകൾ ആവശ്യം വന്നത് എന്താ? പിണറായി വിജയന് കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഓരോ വാർഡിലും ഗുണ്ടകളുണ്ട്. ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ സെക്രട്ടറിയോ അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രമുഖനായ ആളായിരിക്കും പിണറായി വിജയന്റെ ഒരാൾ. അവിടെയുള്ള എല്ലാ ഗുണ്ടകളെയും അയാൾ അവിടെ ഇതാക്കും. അവിടെയുള്ള മണൽ മാഫിയ, അതിലെ നികത്തല്, പാടം നികത്തല് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ പാറമട ലോബി, അങ്ങനെയുള്ള അവിടെ എന്തൊക്കെ ഇല്ലീഗലായുള്ള കാര്യങ്ങൾ നടക്കുന്നു, അതേപോലെ കോടതിയിലെ പോലീസ് സ്റ്റേഷനിൽ കേസുകൾ നടക്കുന്നു, ഇതൊക്കെ സെറ്റിൽമെന്റ് നടത്തി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കലാണ് ഇവരുടെ പരിപാടി. അപ്പം അത് പിണറായി വിജയൻ ഉണ്ടാക്കിയപ്പോൾ വീണ ജോർജ് പത്തനംതിട്ട ജില്ലയിൽ ഇത്തരത്തിലുള്ള അവരുടെ പല കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടുത്തെ കൊടും ക്രിമിനലിനെ പാർട്ടി കൊണ്ടുവന്ന് അവർക്ക് മാലയണിച്ച് സിന്ദാബാദ് വിളിച്ചിരിക്കുന്നത്. ഇതാണ് അവരെ കുറിച്ചിട്ട് VD സതീശൻ നിയമസഭയിൽ ചോദിച്ചുള്ള ചോദ്യം. ഇതേപോലെ തന്നെ ആരോഗ്യവകുപ്പിലുണ്ടായിട്ടുള്ള കോഴിക്കോട് ആരോഗ്യവകുപ്പിലുണ്ടായിട്ടുള്ള ഒരു ബലാത്സംഗം, ആ മെഡിക്കൽ കോളേജിൽ വാർഡിലുണ്ടായിട്ടുള്ള ബലാത്സംഗം എന്ന് പറഞ്ഞാൽ നമ്മളേക്ക് ഞെട്ടിച്ച സംഭവമല്ലേ. ആ സംഭവത്തിൽ അത് കണ്ട ദൃക്സാക്ഷിയായ അവിടെ ജീവനക്കാരിയെ സ്ഥലം മാറ്റി. ആ സ്ഥലം മാറ്റൽ ഹൈക്കോടതി തടഞ്ഞിട്ടും അവിടെ വന്നിട്ട് അവർക്ക് നിയമനം കൊടുത്തില്ല. അപ്പൊ ഇതൊക്കെ വീണ ജോർജ് ഡയറക്റ്റ് പങ്കാളിത്തമാണ്. എന്ത് തെമ്മാടത്തിലും എന്ത് വൃത്തികേടും കാട്ടിക്കൂട്ടി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുക എന്നുള്ള പിണറായി വിജയന്റെ സ്ത്രീകൾക്കെതിരെയുള്ള ഇപ്പോഴത്തെ എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ആക്രമണത്തെ കുറിച്ച് KK രമ സഭയിൽ സംസാരിച്ചപ്പോൾ അതിന് അവർ നൽകിയ മറുപടി, അല്ല, ആ മറുപടിക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ VD സതീശൻ പ്രസംഗിച്ച ശേഷം ഉള്ളിൽ കൂടെ കയറി സംസാരിക്കാൻ സമയം കൊടുക്കാതെ ഇരിക്കവിടെ എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തുകൊണ്ട്, സത്യം പറഞ്ഞാൽ ഇത്രയധികം നാണം കെട്ടത് ഒരു മന്ത്രിക്കും ഉണ്ടായിട്ടില്ല. വീണ ജോർജ് അന്ന് അവിടെ ഉണ്ടായിട്ടുള്ളത് സ്പീക്കർ അവരെ അടിച്ചിരുത്തുകയാണ് ചെയ്തത്. ഒരു മന്ത്രിയോട് ഇങ്ങനെ കാണിച്ചതായി കണ്ടില്ല. അത്രയ്ക്കും വെറുക്കപ്പെട്ടവളായി ഈ സമൂഹത്തിന് മോശപ്പേരുണ്ടാക്കിയ ഒരു കഥാപാത്രമായി മാറിയിരിക്കുകയാണ് ഇവരും പിണറായി വിജയനുമുള്ള ഇല്ലീഗൽ ബന്ധം, ഈ ഇടപാടുകൾ. അപ്പൊ CPM ഇപ്പോ പണ്ട് പാർട്ടി അണികളുടെ ഒരു പിൻബലമാണ് ഉണ്ടായിരുന്നത്, ഇപ്പൊ ഗുണ്ടകളുടെ പിൻബലമാണോ? അതായത് അല്ലെങ്കിൽ ഇപ്പോൾ പിണറായി വിജയന് പാർട്ടി അണികളിലുള്ള ബന്ധം വിട്ടിരിക്കുകയാണ്. അവര് പൂർണ്ണമായി തന്നെ CPM അകന്നിരിക്കുകയാണ്. ഇവര് എല്ലാ സ്ഥലത്തും നിയന്ത്രിക്കുന്നത് ഈ ഗുണ്ടകളാണ്. ഗുണ്ടകളെ പേടിച്ചിട്ട് അണികളൊന്നും മിണ്ടാൻ പോകില്ല. അപ്പോൾ എല്ലാ സ്ഥലത്തുള്ള അണികളെ അടക്കം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗുണ്ടകളെ അവർ ക്രമീകരിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ്. അല്ല സാർ, അപ്പോൾ ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അതായത്
കാലാകാലങ്ങളിൽ ഈ പാർട്ടിയുടെ ഒരു നേതാവിന്റെ പിടി ഈ പാർട്ടിയിൽ ഉണ്ടാകും. ഒരു പിടി എന്ന് പറഞ്ഞാൽ ബലം. ആ ബലം പിണറായിയിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. പാർട്ടിയിലെ പിണറായിയുടെ പിടി, ശക്തി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു, ചോർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഷംസീർ വീണയോട് അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് മൈക്കടക്കം കട്ട് ചെയ്തത്, ഓഫാക്കിയത്. അത് പിണറായിക്ക് കൊടുത്ത തിരിച്ചടിയാണ്. അത് കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാർ പോലും പിണറായിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുക. തോമസ് ഐസക്കും MA ബേബിയും അതുപോലെ G സുധാകരനും എല്ലാം പച്ചയായിട്ട് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. ഈ കേരളത്തിലെ അണികളൊക്കെ ഏത് സമയത്ത് പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതം മാതിരി ഇരിക്കുകയാണ്. അപ്പൊ സാർ, ഇപ്പൊ ഒരു പാർട്ടിയുടെ സമ്മേളനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്, പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോവുകയാണ്. കാലാകാലങ്ങളിൽ മലപ്പുറം സമ്മേളനം മുതൽ ആയിരുന്നാലും ഇങ്ങോട്ട് ഏത് സമ്മേളനം എടുത്താലും ഒരു ശക്തിയും ആ ശക്തിയുടെ പിടിയിലുമാണ് പാർട്ടിയുടെ സമ്മേളനങ്ങളും പാർട്ടിയും നിയന്ത്രിച്ചു പോയിരുന്നത്. മറ്റൊരു പാർട്ടി സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് പിണറായി എന്ന് പറയുന്ന നേതാവിന്റെ പിടി പാർട്ടിയിൽ അഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടെ ആയിരിക്കാം ഈ സംഭവിക്കുന്നതെല്ലാം. ഈ ഗുണ്ടകളെ ചേർത്ത് ഇത്തവണ അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. മാത്രമല്ല, അതിന് മുമ്പായിട്ട് തന്നെ സെപ്റ്റംബർ മാസത്തിന് മുമ്പ് SFIO അന്വേഷണത്തിൽ അവർ അദ്ദേഹത്തിന്റെ മകളെയും അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ എന്തായാലും വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയും വിലപ്പെട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ജനം അറിയേണ്ട, പൊതുസമൂഹം അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ TP നന്ദകുമാർ എന്ന് പറയുന്ന പത്രപ്രവർത്തകരിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാനുണ്ട്. ഇപ്പോൾ താൽക്കാലികമായി നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. തുടർന്നും കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന, അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് നരകയാതനകൾ ഇവിടുത്തെ വലിയ നേതാക്കന്മാർ ഏൽപ്പിച്ച ഒരു കൂട്ടം നേതാക്കൾ, ഒരു പാർട്ടി ഒക്കെ ഏൽപ്പിച്ച പ്രഹരത്തിന്റെ കഥ നമുക്ക് അറിയാനുണ്ട്. നമുക്കത് സമയം പോലെ ചോദിക്കാം. അതിന് മറുപടി പ്രതീക്ഷിക്കുന്നു.